പേളിമാണി എന്ന ടെലിവിഷൻ അവതാരകയുടെ ഒരു പ്രത്യേകതരം വേദന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഓർത്തുള്ള ഒരു പ്രത്യേകതരം വേദന. ഓരോ കുട്ടികളും ഓരോ രക്ഷിതാവിന്റെ മക്കളാണത്രേ. എന്തൊരു വേദനയാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഷുവർക്കറിന്റെ വേദന പോലെ തന്നെ അവരുടെ പിൻഗാമികളുടെ പുതിയ കാലഘട്ടത്തിലെ വേദനയുടെ അതേ സ്നേഹമാണ് നമുക്ക് ആ വാചകങ്ങളിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചിലരെയൊക്കെ ഈ ടെലിവിഷൻ അങ്ങ് താരങ്ങളാക്കും. എന്തിന്റെ പേരിലാണ്? ഏതെങ്കിലും ബിഗ് ബോസോ അല്ലെങ്കിൽ ചില ഊള പരിപാടികളുടെ ഭാഗമായിട്ട് അവർ റണ്ണേഴ്സ് അപ്പോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് പോലെയുള്ളതിന്റെ വിന്നേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിന്റെ വലിയ കെടുതിയാണ്. അവനവൻ സേഫ് ആയി കഴിഞ്ഞാൽ അവനവൻ എന്ത് ചെയ്യണം? അരാഷ്ട്രീയവാദത്തിലൂടെ പുതിയ തലമുറയെ കൂടി വഴി തെറ്റിച്ച് നടത്തണം. കാര്യം ഞാൻ സേഫ് ആയല്ലോ, അതുകൊണ്ട് നമ്മൾ ഇനി എന്താകണം? രാജഭക്തരായിരിക്കണം, രാജ അടിമകളായിരിക്കണം, രാഷ്ട്രീയമേ വേണ്ട എന്ന നിലപാടെടുക്കണം. പക്ഷെ ഉള്ളിൽ എന്താണ്? ഉള്ളിൽ നല്ല ശാഖാസ്നേഹമാണ്, ഉള്ളിൽ നല്ല സംഘിസ്നേഹമാണ്. ആ സംഘിസ്നേഹം മറച്ചു വെച്ചിട്ടാണ് രാഷ്ട്രീയത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങും. നിങ്ങൾക്ക് തന്നെ അറിയാം, ബിഗ് ബോസ് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് തുറന്നുവിട്ട മറ്റൊരു ഭൂതമായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അഖിൽ മാരാർ, പിന്നെ പേളിമാണി തുടങ്ങി പല പല ഫേസുകളിൽ പല പല രൂപങ്ങളിൽ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇവർ വരും. പിന്നീട് ഇവർ കോമ്പിയറാകും, അല്ലെങ്കിൽ ടെലിവിഷൻ അവതാരകന്മാരാകും. ഇവർക്ക് തന്നെ ഇവരുടെ ഫോളോവേഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് ഉടൻ തന്നെ ചെറിയ സിനിമകളിലൊക്കെ വേഷം കൊടുക്കും. അതോടുകൂടി ഇവർ വലിയ സെലിബ്രിറ്റികളായി വീടിനകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ വിദഗ്ധമായിട്ട് നല്ല ഭാഷാ നൈപുണ്യത്തോടു കൂടി അവതരിപ്പിക്കുമ്പോൾ ഇവരൊക്കെ എന്തോ സമൂഹ നന്മയുള്ളവരാണെന്ന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തോന്നും. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന യഥാർത്ഥ ഒരു 916 സംഘിമാരുണ്ട്. ആ സംഘിമാരെയോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനെ ശരിയായ ദിശയിൽ നയിക്കാതെ പാദസേവകളിലൂടെ മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുന്ന ഉള്ളിലെ ശാഖാസ്നേഹം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രത്യേക പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ വലിയ സമര പോരാട്ടങ്ങൾ നേരിടണം. ആർക്കെതിരെ? അങ്ങ് കേന്ദ്രം ഭരിക്കുന്നവർക്കെതിരെ. ഉടനെ ഇവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടിരിക്കുന്ന ആ ചാണകബോധം പുറത്തേക്ക് ചാടും. പുറത്തേക്ക് ചാടിയതിനു ശേഷം മധുരം പുരട്ടുന്ന വാക്കുകളിൽ ഇംഗ്ലീഷിലൊക്കെ നാട്ടുകാരെ ഉപദേശിക്കുന്നു എന്ന വ്യാജേന ഇവർ രംഗത്ത് വരും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം കുട്ടികളെ കുറിച്ചുള്ള ആകുലത, വ്യാകുലത എല്ലാം നിറഞ്ഞുള്ളൊരു പോസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പതിയെ വിശ്വഗുരുവിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ പ്രതിഷേധിക്കുന്നവരെ ഞാൻ ഇത്രയും വലിയ ഒരു ഫോളോവേഴ്സ് ഉള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള ഉപദേശം കേട്ടിട്ട് തിരിച്ചു മടങ്ങും. കാര്യം അവരുടെ ജീവിതം പോയി, 23 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ പരിക്കേൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ സുരക്ഷിതമാകൂ തുടങ്ങിയ ഉപദേശിയുടെ രൂപത്തിൽ വരുമ്പോൾ ഇമാതിരി ചാണക മനസ്സുകളെയൊക്കെ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവരെ ഫോളോ ചെയ്ത് വലിയ സംഭവമാക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇവർ അവതരിപ്പിക്കുന്നതെല്ലാം ക്യാമറകൾക്ക് മുന്നിലുള്ള അഭിനയങ്ങൾ മാത്രമാണ്. അത് നിങ്ങളുടെ മുന്നിലൊക്കെ വിദഗ്ധമായിട്ട് അവർക്ക് വാക്കുകൾ കൊണ്ടും പ്രകടനങ്ങളും കൊണ്ട് അവതരിപ്പിച്ച് വയ്ക്കുന്ന വ്യക്തികളല്ല ഇവർ. സമൂഹത്തിലെ 23 കുട്ടികളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരെ കുറിച്ച് സങ്കടമേ ഇല്ല. ആ മക്കൾ പോകേണ്ടവരാണ്. പക്ഷെ പരിക്കേൽക്കുന്നുണ്ടെങ്കിൽ, ജീവൻ അപകടത്തിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം രക്ഷ നേടൂ, നിങ്ങൾ അവിടെ നിന്ന് പിൻവാങ്ങൂ എന്നൊക്കെ പറയുന്ന ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് നാട് കാണേണ്ടത്. ഇതാണ് ഇവരുടെ ഉള്ളിലെ റിയൽ കാപട്യം. ഇത് അഖിൽ മാരാറിൽ കാണാം, റോബിൻ രാധാകൃഷ്ണനിൽ കാണാം, അത് പേളിമാണിയിലും നമ്മൾ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ നാട്ടിൽ 1,00,000-ലേറെ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ച ആ പരീക്ഷാ ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ചയൊന്നും ബാധിക്കാത്ത വ്യക്തിക്ക് പൊടുന്നനെ ഈ സമരവും പ്രതിഷേധവും കണ്ട് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവരെ തല്ലിച്ചതച്ചവർ, അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലും പറയാതെ ആ പ്രതിഷേധിക്കുന്നവർ അവരാണ് കുറ്റക്കാർ, നിങ്ങൾ സുരക്ഷിതമാകൂ എന്ന ഉപദേശവുമായിട്ട് ഇറങ്ങുമ്പോൾ അതിനുള്ളിലെ വിഷചിന്ത കൂടി നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയവർ കമന്റ് ബോക്സിലൂടെ മറുപടി കൊടുത്തപ്പോൾ അതുപോലും പൂട്ടിവെച്ചിട്ട് ഡയലോഗ് അടിച്ച് സേഫായിരിക്കുന്ന ഇമാതിരി മൾട്ടിപ്പിൾ സ്നേഹികളെ നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട്. കാവി വീക്ക്നെസ് ആണെന്ന് പറയുന്നു സ്വാതന്ത്ര്യം, പക്ഷേ അനാവശ്യമായിട്ടുള്ള ഊക്കലും ഉപദേശവും സമൂഹത്തിന് ആവശ്യമില്ല എന്ന് മാത്രമാണ് ഈ പ്രത്യേക ഘട്ടത്തിൽ പേളിമാണിമാരെ പോലെ വലിയ ഫോളോവേഴ്സ് ഉള്ള വലിയ താരങ്ങളായി സ്വയം ചമഞ്ഞു നടക്കുന്നവർക്ക് മുന്നിലേക്ക് ഈ സമൂഹത്തിന് തിരിച്ച് ഉപദേശിക്കാനുള്ളത്.